നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC 18-ാം തീയതി നടത്തിയ +2 ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സെക്കൻഡ് ഫേസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ്. എല്ലാ ഓപ്ഷൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 10-ാം തീയതിയത്തെ ആദ്യത്തെ ഫേസ് എക്സാമിൻ്റെ ഫുള്ളായിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സെഷൻ 18-ാം തീയതി നടന്ന എക്സാമിന് വളരെയധികം ഉപകാരപ്പെട്ടു. അപ്പോൾ ആ ഒരു സെഷനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. 18-ാം തീയതി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇതിൻ്റെ ഒരു പാർട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഐകാർട്ടിൽ കൊടുത്തേക്കാൻ പോയി കാണുക. ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ മെയ് 22-ാം തീയതിയാണ് ഡിഗ്രി ലെവൽ എക്സാം. അപ്പോൾ ഡിഗ്രി ലെവൽ എക്സാമിന് നന്നായിട്ട് തന്നെ പഠിച്ചോളാം. എക്സാം മാറ്റി വെച്ചാലും ഇല്ലെങ്കിലും ഈ മെയ് 22-ന് തന്നെയാണ് എക്സാം എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചോളുക. അപ്പോൾ നിങ്ങൾക്ക് റിവിഷനാണ് പ്രധാനം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ അല്ലേ. +2 ലെവൽ അതേ സിലബസ് തന്നെയാണ് ഡിഗ്രി ലെവലിനും. ഈ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ആപ്പ് ഞാൻ പറഞ്ഞു തരാം. PSC ചലഞ്ചർ എന്നാണ് ആപ്പിൻ്റെ പേര്. ഈ ആപ്പിൽ നമ്മുടെ ടോപ്പിക് വൈസ് ആയിട്ട് നമ്മുടെ സിലബസിലുള്ള ടോപ്പിക് വൈസ് ആയിട്ട് ഇവർ ക്യൂസിൻ്റെ രൂപത്തിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് പോയി അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പഠിച്ചു വെച്ച കാര്യങ്ങളൊന്ന് റിഫ്രഷ് ചെയ്യുക. ഓക്കെ, നല്ലൊരു ആപ്പാണ്. ഗെയിമിൻ്റെ രൂപത്തിലാണ് ഈ ആപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി ട്രൈ ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യം, മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആര്? മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അലക്സാണ്ടർ കെറൻസ്കി ആണ്. ആരാണ്? അലക്സാണ്ടർ കെറൻസ്കി. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്, റഷ്യയിൽ മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായി രൂപം കൊണ്ട പാർട്ടിയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത് ആരെല്ലാം ചേർന്നിട്ടാണ്? കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നിട്ടാണ് മാർക്സിസം എന്ന ആശയത്തിന് രൂപം നൽകിയത്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എഴുതിയ ഒരു പുസ്തകം, ഒരു കൃതിയുടെ പേര് ഏതാണ്? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. PSC എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ രചിച്ചത് കാൾ മാർക്സും ഫെഡറിക് ഏംഗൽസും ചേർന്നിട്ടാണ്. അപ്പോൾ ഈ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി പിന്നീട് രണ്ട് വിഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. ഒരു വിഭാഗം മെൻഷെവിക് എന്നും മറ്റൊരു വിഭാഗം ബോൾഷെവിക് എന്നും. മെൻഷെവിക് എന്ന് പറയുന്നത് ന്യൂനപക്ഷമാണ്, മൈനോറിറ്റി ആയിരുന്നു. ബോൾഷെവിക് ആയിരുന്നു ഭൂരിപക്ഷം, മെജോറിറ്റി. അപ്പോൾ ഈ മെൻഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ആര്? അലക്സാണ്ടർ കെറൻസ്കി. അതാണ് നമ്മുടെ ചോദ്യം. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി. ഈ ബോൾഷെവിക് പാർട്ടിയുടെ നേതാക്കൾ ലെനിനും ട്രോട്സ്കിയും ആയിരുന്നു. നമ്മുടെ ആദ്യത്തെ രണ്ട് ഓപ്ഷൻ ലെനിനും ട്രോട്സ്കിയും അല്ലേ? ഇവർ രണ്ടുപേരും ബോൾഷെവിക് പാർട്ടി, അതായത് ഭൂരിപക്ഷമായ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയവരായിരുന്നു ലെനിനും ട്രോട്സ്കിയും. റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യ വിപ്ലവങ്ങളിൽ ഒന്നാണ് ഫെബ്രുവരി വിപ്ലവം. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവം എന്ന് പറയുമ്പം ഫെബ്രുവരി വിപ്ലവവും ഒക്ടോബർ വിപ്ലവവും കൂടെ ചേർന്നതാണ് റഷ്യൻ വിപ്ലവം. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ഭാഗമായി നടന്ന ആദ്യകാല വിപ്ലവങ്ങളിൽ ഒന്നായിരുന്നു ഫെബ്രുവരി വിപ്ലവം. എന്താണ് ഫെബ്രുവരി വിപ്ലവം? റഷ്യയിൽ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഡി ഓപ്ഷൻ നിക്കോളാസ് രണ്ടാമൻ ആരായിരുന്നു? സാർ ചക്രവർത്തിയായിരുന്നു. അപ്പോൾ റഷ്യയിൽ ചക്രവർത്തിയായിരുന്ന നിക്കോളാസ് രണ്ടാമൻ സ്ഥാനമൊഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്ത സംഭവമാണ് ഫെബ്രുവരി വിപ്ലവം. ഈ ഒരു താൽക്കാലിക ഗവൺമെന്റിനെ ശക്തമായി എതിർത്തത് ആരായിരുന്നു? വ്ളാഡിമിർ ലെനിൻ ആയിരുന്നു. ലെനിൻ ആരാണ്? ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിരുന്നു ലെനിൻ. അപ്പോൾ ഈ റഷ്യൻ വിപ്ലവത്തിന്റെ ക്ലാസ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി കാണുക. മുകളിൽ ഐകാർട്ടിൽ കൊടുത്തേക്കാം. ഐകാർട്ട് എവിടെയെന്ന് അറിയാമല്ലോ, നമ്മുടെ സ്ക്രീനിന്റെ മുകളിൽ പോലൊരു ബട്ടൺ, റൗണ്ടിനകത്തുള്ളൊരു ബട്ടൺ ഐകാർഡ്. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറയുന്ന വീഡിയോസ് എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടി പറ്റും. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഏതാണ്? രണ്ടാം ലോക യുദ്ധവുമായി ബന്ധമില്ലാത്ത ചലച്ചിത്രം ഓപ്ഷൻ സി ആണ്, ഗ്രാൻഡ് ഇല്യൂഷൻ. ഏതാണ്? ഗ്രാൻഡ് ഇല്യൂഷൻ. ഈ ഗ്രാൻഡ് ഇല്യൂഷൻ എന്ന് പറയുന്ന ചലച്ചിത്രം ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചിത്രമാണ്. അപ്പോൾ ഒന്നാം ലോക യുദ്ധത്തിലെ
ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് ഗ്രാൻഡ് ഇല്യൂഷൻ. ഗ്രാൻഡ് ഇല്യൂഷൻ സംവിധാനം ചെയ്തത് ഴാങ് റെന്വാ ആണ്. ആരാണ്? ഴാങ് റെന്വാ. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ടും പാത്ത് ഓഫ് ഗ്ലോറി. ഇത് ഞാൻ ഓർത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വയറ്റ് ആയിട്ട് പാത്തിൽ കൂടെ നടന്നു പോവുക. അപ്പോൾ ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ടും പാത്ത് ഓഫ് ഗ്ലോറിയുമാണ്. ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന ചലച്ചിത്രം സംവിധാനം ചെയ്തത് മൈൻസ്റ്റോൺ ആണ്. ലെവിസ് മൈൻസ്റ്റോൺ ആണ് സംവിധാനം ചെയ്തത്. പാത്ത് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത് സ്റ്റാൻലി കുബ്രിക് ആണ്. പാത്ത് ഓഫ് ഗ്ലോറി സംവിധാനം ചെയ്തത്. അപ്പോൾ ഗ്രാൻഡ് ഇല്യൂഷൻ, ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട്, പാത്ത് ഓഫ് ഗ്ലോറി, ഇത് മൂന്നും ഒന്നാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അടുത്തത് രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങൾ. ബാക്കി 3 ഓപ്ഷൻ ഷിൻലേഴ്സ് ലിസ്റ്റ്, ദി ഗ്രേറ്റ് ഡിക്റ്ററ്റർ, കനാൽ, ഈ 3 ചിത്രവും രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം പ്രമേയമാക്കിയ ചലച്ചിത്രങ്ങൾ: 1 ജനറേഷൻ എന്ന് പറയുന്ന ഒരു ചലച്ചിത്രം, കനാല്, ആഷസ്, ഡയമണ്ട്സ്, 4 ചലച്ചിത്രങ്ങളാണ്. ഇത് 4ഉം സംവിധാനം ചെയ്തത് ആന്ദ്രേ വൈദയാണ്. ആരാണ്? ആന്ദ്രേ വൈദ പോളണ്ടുകാരനായ ആന്ദ്രേ വൈദയാണ് സംവിധാനം ചെയ്തത്. ദി ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, അടുത്ത ചലച്ചിത്രമാണ് ദി ബ്രിഡ്ജ് ഓൺ ദ റിവർ ക്വായ്, സംവിധാനം ചെയ്തത് ഡേവിഡ് ലീൻ ആണ്. ആരാണ്? ഡേവിഡ് ലീൻ. നോട്ട് ചെയ്തോണം ഇതെല്ലാം. അടുത്ത ചലച്ചിത്രം ദ ഗ്രേറ്റ് ഡിക്റ്റക്ടർ, സംവിധാനം ചെയ്തത് ചാർലി ചാപ്ലിൻ. അടുത്ത ചലച്ചിത്രം ഹിരോഷിമ മോൺ അമോർ, അലൻ റെനെ സംവിധാനം ചെയ്ത ഹിരോഷിമ മോൺ അമോർ ആണ് അടുത്ത ചലച്ചിത്രം. ഷിൻലേഴ്സ് ലിസ്റ്റ് സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചലച്ചിത്രമാണ് ഷിൻലേഴ്സ് ലിസ്റ്റ്, സംവിധാനം ചെയ്തത് സ്റ്റീവൻ സ്പിൽബർഗ് ആണ്. അപ്പോൾ ഇത്രയും ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചലച്ചിത്രങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മലയാള മനോരമ, ജനയുഗം, കേരള കൗമുദി, വീക്ഷണം എന്നീ പത്രങ്ങളുടെ ആസ്ഥാനം എവിടെയാണ്? മലയാള മനോരമയുടെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. ജനയുഗത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. ജനയുഗത്തിന്റെ ആസ്ഥാനം. കേരള കൗമുദി തിരുവനന്തപുരം ജില്ലയാണ്. വീക്ഷണം കൊച്ചിയിലാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ. കോട്ടയം, കൊല്ലം, തിരുവനന്തപുരം, കൊച്ചി. ഇനി ഈ ഓരോ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്സ് നോക്കാം. മലയാള മനോരമ സ്ഥാപിച്ചതും ആദ്യത്തെ പത്രാധിപരും ആരായിരുന്നു? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. അപ്പൊ മലയാള മനോരമ എന്ന പത്രത്തിന്റെ സ്ഥാപകനും ആദ്യത്തെ പത്രാധിപരും ആരായിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി മലയാള മനോരമ പത്രം ആരംഭിച്ച വർഷം 1888. എന്നിട്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ടാണ് 1888 പ്രവർത്തനം ആരംഭിച്ചത്. മലയാള മനോരമ പത്രം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം 1890. മലയാള മനോരമ ഡെയിലി അതായത് ദിനപത്രമായ വർഷം 1928. ആസ്ഥാനം എവിടെയാണ്? കോട്ടയം. സ്ഥാപിച്ചതാരാണ്? കണ്ടത്തിൽ വർഗീസ് മാപ്പിള. ഓക്കെ. അടുത്തത് ജനയുഗത്തിന്റെ ആസ്ഥാനം കൊല്ലം ജില്ലയാണ്. ആരംഭിച്ചത് 1947 ജനയുഗം ആരംഭിച്ചത്. കേരള കൗമുദി ആരംഭിച്ച വർഷം 1911 കൊല്ലം ജില്ലയിലെ മയ്യനാട് എന്ന സ്ഥലത്ത് നിന്നാണ്. ഈ പോയിന്റ് PSC ചോദിച്ചിട്ടുണ്ട്, വർഷം ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ദാ ആസ്ഥാനവും ചോദിച്ചു. അപ്പൊ 1911 കൊല്ലം ജില്ലയിലെ മയ്യനാട് നിന്നാണ് ആരംഭിച്ചത്. ആസ്ഥാനം തിരുവനന്തപുരമാണ്. സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CV കുഞ്ഞിരാമനാണ്. ആരാണ്? CV കുഞ്ഞിരാമൻ. സ്ഥാപക പത്രാധിപർ ആരാണെന്ന് ചോദിച്ചാൽ K സുകുമാരനാണ് സ്ഥാപക പത്രാധിപർ. വീക്ഷണം എന്ന പത്രം ആരംഭിച്ച വർഷം 1976. ആസ്ഥാനം കൊച്ചിയാണ്. ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ ചേരാത്ത ജോഡി. SK പൊറ്റക്കാട്ട്, നാടൻ പ്രേമം, കേശവദേവ് ഓടയിൽ നിന്ന്, ബഷീർ പ്രേമലേഖനം, MT രണ്ടാമൂഴം.
അപ്പോൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ വന്നപ്പം PSC കൊടുത്തിരുന്ന ഉത്തരം MD രണ്ടാം ഊഴം എന്നാണ്. PSC എന്ത് റീസൺ കൊണ്ടാണ് അത് കൊടുത്തത് എന്ന് മനസ്സിലായിട്ടില്ല. എന്നാലും ഞാൻ വിചാരിക്കുന്നത് അതൊരു പുരാണ കഥയാണ്. രണ്ടാം ഊഴം ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി MD വാസുദേവൻ നായർ രചിച്ച കൃതിയാണ് രണ്ടാം ഊഴം. അതൊരു പുരാണ കഥയും മറ്റ് 3 പുരാണ കഥകളിൽ പെടാത്തതുമായതുകൊണ്ടായിരിക്കണം എന്നാണ് എൻ്റെ വിശ്വാസം. ഇനിയിപ്പം ഫൈനൽ ആൻസർ കീ വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയത്തില്ല. പ്രൊവിഷണൽ ആൻസർ കീയിൽ PSC അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് പ്രശസ്തമായ കൃതികൾ നോക്കാം. ഈ ഓപ്ഷനിലുള്ള ആൾക്കാരുടെ തന്നെ നോക്കാം. SK പൊറ്റക്കാട്. SK പൊറ്റക്കാടിൻ്റെ പ്രശസ്തമായിട്ടുള്ള കൃതികളാണ് ഒരു ദേശത്തിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ, ഒരു തെരുവിൻ്റെ കഥ, നൈൽ ഡയറി, പാതിരാസൂര്യൻ്റെ നാട്ടിൽ, വിഷകന്യക. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ ഏതാണ്? എൻ്റെ വഴിയമ്പലങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ SK പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ, വിഷകന്യക ഒരു തെരുവിൻ്റെ കഥ, നാടൻ പ്രേമം, നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നത് നാടൻ പ്രേമമാണ്, അതും കൂടി ഓർക്കുക. പാതിരാസൂര്യൻ്റെ നാട്ടിൽ, നൈൽ ഡയറി. അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ വഴിയമ്പലങ്ങൾ. P. കേശവദേവ് പ്രധാനപ്പെട്ട കൃതി ഓടയിൽ നിന്ന്. അയൽക്കാർ എന്ന കൃതി അദ്ദേഹത്തിൻ്റെതാണ്. ഭ്രാന്താലയം, ഞൊണ്ടിയുടെ കഥ, എതിർപ്പ്. അപ്പം ഇദ്ദേഹത്തിന്റെ ആത്മകഥ എതിർപ്പ് ആത്മകഥയാണ്. ഒരു ആത്മകഥയും കൂടെയുണ്ട്, ഓർമ്മയുടെ ലോകത്തിൽ P. കേശവദേവിന്റെ ആത്മകഥയാണ്. പ്രധാനപ്പെട്ട ആത്മകഥ എതിർപ്പാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്? പാത്തുമ്മായുടെ ആട്, എൻ ടൂപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, വിശ്വവിഖ്യാതമായ മൂക്ക്, പ്രേമലേഖനം, അതുപോലെ ബാല്യകാല സഖി, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, പിന്നെ മതിലുകൾ. ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കൃതികൾ. പാത്തുമ്മായുടെ ആട്, ബാല്യകാല സഖി, പ്രേമലേഖനം, മതിലുകൾ, എൻ ടൂപ്പുപ്പായ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്. അദ്ദേഹത്തിന്റെ ആത്മകഥ ഏതാ? ഓർമ്മയുടെ അറകളാണ് ബഷീറിന്റെ ആത്മകഥ. MD വാസുദേവൻ നായരുടെ പ്രശസ്തമായ കൃതികൾ രണ്ടാമൂഴം, നാലുകെട്ട്, മഞ്ഞ്, കാലം, അസുരവിത്ത്, വാനപ്രസ്ഥം. അപ്പൊ ഏതൊക്കെയാണ്? രണ്ടാമൂഴം ഉണ്ട്, നാലുകെട്ടുണ്ട്, മഞ്ഞുണ്ട്, കാലമുണ്ട്, അസുരവിത്ത്, വാനപ്രസ്ഥം. അപ്പോൾ MD വാസുദേവൻ നായരും NP മുഹമ്മദും കൂടി ചേർന്ന് എഴുതിയ ഒരു കൃതിയാണ് അറബിപ്പൊന്ന്. ഏതാണ്? അറബിപ്പൊന്ന്. അപ്പോൾ ഇത്രയും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം നോക്കാം. കൊനേരു ഹംപി ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ചെസ്. അപ്പോൾ കൊനേരു ഹംപി പ്രശസ്തയായ ഒരു ചെസ് താരമാണ്. ഇനി കുറച്ച് ആൾക്കാരെ നോക്കാം. റാണി റാംപാൽ. കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരെ നോക്കണം. പഴയതൊക്കെ PSC ഇപ്പോൾ ചോദിക്കാറില്ല, കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടാണ് കായിക താരങ്ങളെ ചോദിക്കാറ്. അപ്പോൾ നമുക്ക് അത് ബേസ് ചെയ്തിട്ട് നോക്കാം. റാണി റാംപാൽ ഹോക്കി താരമാണ്. റാണി റാംപാലിനെ പറയാൻ കാരണം 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് റാണി റാംപാലിന്. ഹോക്കി താരമാണ് റാണി റാംപാൽ. വിനേഷ് ഫോഗാട്ടിനും ലഭിച്ചു 2020 രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം. ഗുസ്തി താരമാണ് വിനേഷ് ഫോഗാട്ട്. മണിക ബത്ര ടേബിൾ ടെന്നീസ് താരമാണ്. മനു ഭാക്കർ ഷൂട്ടിംഗ് ആണ്. മാനുവൽ ഫ്രെഡറിക് ഹോക്കി താരമാണ്. ജിൻസി ഫിലിപ്പ് അത്ലറ്റിക്സ് ആണ്. അപ്പോൾ ഇതൊക്കെ കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കറണ്ടായിട്ട് ഇവരുടെ വാർത്തകളൊക്കെ പത്രത്തിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉൾപ്പെടുത്തിയത്. ജിൻസി ഫിലിപ്സ് അത്ലറ്റിക്സ് താരം. വിമൽ കുമാർ ബാഡ്മിന്റൺ താരം. അടുത്ത PSC മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ് HS പ്രണോയ് ബാഡ്മിന്റൺ താരമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ബാഡ്മിന്റൺ താരങ്ങൾ ആരൊക്കെയാണ്? PV സിന്ധു, അതുപോലെ സൈന നെഹ്വാൾ, പുല്ലേല ഗോപിചന്ദ് ബാഡ്മിന്റൺ താരമാണ്. ജ്വാല ഗുട്ട, പ്രകാശ് പതുക്കോൺ. ഒന്നുകൂടെ പറയാം. HS പ്രണോയ് ഓർക്കുക, പുല്ലേല ഗോപിചന്ദ്, ജ്വാല ഗുട്ട, പ്രകാശ് പതുക്കോൺ, PV സിന്ധു, സൈന നെഹ്വാൾ. ഇവരൊക്കെ ബാഡ്മിന്റൺ താരങ്ങളാണ്. ഇനി ബോക്സിംഗിൽ പ്രധാനപ്പെട്ട ആളാരാണ്? മേരി കോം. ജിതേന്ദർ കുമാറിന്റെ പേര് നോട്ട് ചെയ്യുക. വിജേന്ദർ സിംഗിന്റെ പേരും നോട്ട് ചെയ്യുക. ആർച്ചറി എപ്പോഴും ചോദിക്കാറുള്ളത് ദീപിക കുമാരി ആർച്ചറിയാണ്. അദാനുദാസും ആർച്ചറിയാണ്. സ്ക്വാഷ് PSC ചോദിച്ചിട്ടുണ്ട്. സൗരവ് ഘോഷാൽ സ്ക്വാഷ് ആണ്. അതുപോലെ ദീപിക പള്ളിക്കലും സൗരവ് ഘോഷാലും സ്ക്വാഷ് പ്ലെയേഴ്സ് ആണ്.
സ്വിമ്മിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആള് സാജൻ പ്രകാശ് ആണ് സ്വിമ്മിങ്, സാജൻ പ്രകാശ്. ഷൂട്ടിംഗ് ആണെങ്കിൽ അഭിനവ് ബിന്ദ്ര, ജിത്തു റായി, മനു ഭാക്കർ. നേരത്തെ പറഞ്ഞു മനു ഭാക്കർ, ജിത്തു റായ്, അഭിനവ് ബിന്ദ്ര ഷൂട്ടിംഗ് ആണ്. പങ്കജ് അദ്വാനി ബില്ലിയാർഡ്സ് ആൻഡ് സ്നൂക്കർ പ്ലെയർ ആണ്. ആണെന്നുള്ള കാര്യം ഓർക്കുക. ഫുട്ബോളിൽ മെയിനായിട്ട് ഓർക്കേണ്ട ആരാണ്? സുനിൽ ഛേത്രിയും സന്ദേശ് ജിങ്കൻ ഫുട്ബോൾ താരങ്ങളാണ്. വെയ്റ്റ് ലിഫ്റ്റിംഗിൽ ഓർക്കേണ്ടത് മീരാഭായ് ചാനു വെയ്റ്റ് ലിഫ്റ്റിംഗ് ഭാരോദ്വഹനമാണ്. റെസ്ലിംഗ് സാക്ഷി മാലിക് റെസ്ലറാണ്. സുശീൽ കുമാർ, യോഗേശ്വർ ദത്ത്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരുപാട് ആൾക്കാരെയൊന്നും ഇല്ല, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ആൾക്കാരെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സാക്ഷി മാലിക്, സുശീൽ കുമാർ, യോഗേശ്വർ ദത്ത് റെസ്ലിംഗ് താരങ്ങളാണ്. മൗണ്ടേനിയേഴ്സ് അരുണിമ സിൻഹ മൗണ്ടേനിയർ ആണ്, പർവ്വതാരോഹക. ടെന്നീസിലെ പ്രധാനപ്പെട്ട താരങ്ങൾ സാനിയ മിർസ, ലിയാണ്ടർ പേസ്, മഹേഷ് ഭൂപതി, രോഹൻ ബൊപ്പണ്ണയുടെ പേരും കൂടി ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കായിക താരങ്ങൾ, അവരുടെ ഇനങ്ങൾ. അടുത്ത ചോദ്യം, സരസ്വതി സമ്മാൻ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ്? സരസ്വതി സമ്മാൻ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 2019 സരസ്വതി സമ്മാൻ ലഭിച്ചത് വാസുദേവ് മോഹിക്കാണ്. വാസുദേവ് മോഹി ഒരു സിന്ധി എഴുത്തുകാരനാണ്. അദ്ദേഹത്തിന്റെ ചെക്ക് ബുക്ക് എന്ന കൃതിക്കാണ് 2019 സരസ്വതി സമ്മാൻ ലഭിച്ചത്. സാഹിത്യത്തിന് നൽകുന്ന പ്രധാനപ്പെട്ട അവാർഡുകളാണ് ജ്ഞാനപീഠം അവാർഡ്, വ്യാസ സമ്മാൻ, മൂർത്തി ദേവി പുരസ്കാരം, അതുപോലെ സരസ്വതി സമ്മാൻ. ഇതൊക്കെ സാഹിത്യ വിഭാഗത്തിന് നൽകുന്നതാണ്. ജ്ഞാനപീഠം, വ്യാസ സമ്മാൻ, മൂർത്തി ദേവി പുരസ്കാരം, അതുപോലെ സരസ്വതി സമ്മാൻ. അടുത്തത് കലയുമായിട്ട് ബന്ധപ്പെട്ട് നൽകുന്നത് ലളിതകലാ അക്കാദമി അവാർഡ്. കായികവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ കായിക പുരസ്കാരം രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം, ദ്രോണാചാര്യ പുരസ്കാരം, അർജുന അവാർഡ്, ധ്യാൻ ചന്ദ് പുരസ്കാരം, മൗലാന അബുൾ കലാം ആസാദ്, അത് മികച്ച യൂണിവേഴ്സിറ്റിക്ക് നൽകുന്നതാണ് മൗലാന അബുൾ കലാം ആസാദ് പുരസ്കാരം. ഇതൊക്കെ കായികവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പുരസ്കാരങ്ങൾ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം, അക്കാഡമി അവാർഡ്സ്, ഓസ്കാർ അവാർഡ്. ഇതൊക്കെ ഫിലിം ഇൻഡസ്ട്രിക്ക് നൽകുന്ന പുരസ്കാരങ്ങളാണ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. അപ്പം അതിൽ പ്രധാനപ്പെട്ട അവാർഡ്സ് ഓർക്കുക. അടുത്ത 14ാമത്തെ ചോദ്യം, തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം ഏതാണ്? ഇമ്പോർട്ടൻറ്റ് ചോദ്യമായിരുന്നു. തപ്പ് പ്രധാന വാദ്യമായുള്ള കലാരൂപം പടയണിയാണ്. പടയണിയിൽ മാത്രമല്ല തപ്പ് ഉപയോഗിക്കുന്നത്, മുടിയേറ്റിലും എന്ത് ഉപയോഗിക്കാറുണ്ട്? തപ്പ് ഉപയോഗിക്കാറുണ്ട്. ലോക നൃത്ത ദിനം എന്നാണ്? ഏപ്രിൽ മാസം 29 ലോക നൃത്ത ദിനം. ഇനി കൂത്തിലും കൂടിയാട്ടത്തിലും ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവാണ്. കൂത്ത്, കൂടിയാട്ടം, മിഴാവാണ് ഉപയോഗിക്കുന്നത്. ഗദ്ദികയിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം ഏതാണ്? തുടി. പഞ്ചവാദ്യം ഏതൊക്കെയാണ്? ഇടയ്ക്ക, ഇലത്താളം, തിമില, മദ്ദളം, കൊമ്പ്. ഇടയ്ക്ക, ഇലത്താളം, തിമില, മദ്ദളം, കൊമ്പ് എന്നിവയാണ് പഞ്ചവാദ്യങ്ങൾ. തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട് കളിയാട്ടം എന്നും അറിയപ്പെടുന്ന കലാരൂപം അനുഷ്ഠാന കലയാണ്. ഏത്? തെയ്യം. കളിയാട്ടം എന്നും അറിയപ്പെടുന്നു. തോറ്റം, വെള്ളാട്ടം എന്നിവ തെയ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി തുയിലുണർത്ത് പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന വാദ്യം ഏതാണ്? തുയിലുണർത്തു പാട്ട്, തുടി. അപ്പം തുയിലുണർത്ത് പാട്ടിനൊപ്പം ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? തുടിയാണ്. തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് എഴുപറ. അപ്പൊ തോൽപ്പാവക്കൂത്ത് പറഞ്ഞപ്പോൾ 2021 പത്മശ്രീ പുരസ്കാരം നേടിയ KK രാമചന്ദ്രൻ എന്നാണ് തോൽപ്പാവക്കൂത്ത് കലാകാരനാണെന്നുള്ള കാര്യം ഓർക്കുക. തോൽപ്പാവക്കൂത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം എഴുപറയാണ്.
പുത്തൂരാമ്പാട്ട്, തച്ചോളിപ്പാട്ട് ഇതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഉടുക്കാണ്. ഉടുക്ക്. പുത്തൂരാമ്പാട്ട് അതുപോലെ തച്ചോളിപ്പാട്ട് എന്നിവയിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഉടുക്ക്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളും റിലേറ്റഡ് ഫാക്ട്സും എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ റിവിഷന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞ ആപ്പ് മറക്കണ്ട, PSC ചലഞ്ചർ. നിങ്ങൾ നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാ ദിവസവും ഡെയിലി നമ്മുടെ ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. അതായത് 30 ദിവസത്തെ ഡിഗ്രി ലെവൽ പ്രിലിംസിന് വേണ്ടി ഞാൻ ടൈം ടേബിൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് Day 3 ആണ്. ഇന്ന് രാത്രി 11 മണിക്ക് തന്നെയാണ് എക്സാം. 11 മണിക്കാക്കാൻ കാരണം കുട്ടികൾക്ക് പഠിക്കാൻ ടൈം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് 11 മണിക്കാക്കാൻ കാരണം. ഇന്ന് പഠിക്കാനുള്ള SCRT പാഠഭാഗങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അത് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്